ഇറാനെതിരെ ഭീഷണിയുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സാധ്യതകൾ പരിമിതമാണ്. ഒന്നുകിൽ കീഴടങ്ങുകയോ അല്ലെങ്കിൽ കരാറിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതാണ് ഇറാന് മുന്നിലുള്ള വഴിയെന്നും ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരവെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ ഭരണകൂടത്തിന്റേത് ഇരട്ടത്താപ്പാണ്. യുദ്ധം അവസാനിപ്പിക്കാനായി ടെഹ്റാൻ വാഷിംഗ്ടണുമായി ചർച്ചകൾ നടക്കുമ്പോഴും അത്തരത്തിൽ നേരിട്ടുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് അവർ പരസ്യമായി നിഷേധിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ചർച്ച നടത്താനായി ഇറാൻ തങ്ങളോട് യാചിക്കും, ഒടുവിൽ ചർച്ചകൾ നടത്തും. എന്നാൽ ചർച്ചയ്ക്കിടെ തങ്ങളൊന്നും സംസാരിക്കുന്നില്ലെന്നും ഒമാനുമായി മാത്രമാണ് ഇടപഴകുന്നതെന്നും അവർ പരസ്യമായി പറയും. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത്. അമേരിക്കയുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറാൻ സമീപിച്ചിരുന്നു. ചർച്ചകൾ ആരംഭിക്കുകയും തുടർ കൂടിക്കാഴ്ചകൾ നിശ്ചയിക്കുകയും ചെയ്ത ശേഷമാണ് പൊതുവേദിയിൽ അമേരിക്കയുമായി ചർച്ചകളില്ലെന്ന് ഇറാൻ ഭരണകൂടം പറയുന്നത്. ഇറാനുള്ള ഉപരോധത്തിൽ ഇളവ് നൽകുക ഒന്നുകിൽ സമഗ്ര കരാറിലെത്തുകയോ അല്ലെങ്കിൽ കീഴടങ്ങുകയോ ചെയ്താൽ മാത്രമായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഹോർമുസ് കടലിടുക്ക് കൈകാര്യം ചെയ്യുന്നത് തങ്ങളാണെന്നും അവർ പറയും. എന്നാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും യുഎസിന്റെ നിയന്ത്രണത്തിലാണ്. തങ്ങൾ കരുതിയാൽ മാത്രമേ ഇറാനിലേക്ക് എന്തെങ്കിലും ചരക്കുകൾ കടന്നു പോകൂ. സംഘർഷം സംബന്ധിച്ച് കരാറോ അല്ലെങ്കിൽ പൂർണ്ണമായ കീഴടങ്ങലോ സാധ്യമാകാതെ ഹോർമുസിലൂടെ ഒന്നും തന്നെ ഇറാനിലെത്തില്ല. ഹോർമുസ് കടലിടുക്ക് ഇതിനകം തന്നെ US നാവികസേനയുടെ ഉപരോധത്തിലാണ്. കടലിടുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാനായി ശക്തമായി പ്രവർത്തിക്കും. തങ്ങൾ ആഗ്രഹിക്കും വരെ കടലിടുക്കിലൂടെ ഇറാനിലേക്ക് യാതൊന്നും കടന്നു പോകില്ല. അതല്ലെങ്കിൽ ഇറാൻ കീഴടങ്ങുകയോ കരാറിലെത്തുകയോ ചെയ്യണമെന്ന് ട്രംപ് പറഞ്ഞു. നൂറ്റാണ്ടുകളായി അവരുണ്ടാക്കിയ പ്രശ്നത്തിന് തങ്ങൾ പരിഹാരം കാണുകയാണ്. എന്നാൽ ഇത് ഇറാൻ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കരുതെന്നും ട്രംപ് വർത്തിച്ചു. ഇത് വളരെ ലളിതമാണ്. ഇറാൻ ഒരിക്കലും ഒരു ആണവായുധം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ ട്രംപ് ഇറാനുമായി പുതിയ ചർച്ച ഉടൻ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി. ഞങ്ങൾ അവരുമായി സംസാരിക്കും. അതിൽ എന്ത് തീരുമാനമാണ് കൈക്കൊള്ളുകയെന്നറിയാം. ചർച്ച ധാരാളം ജീവനുകൾ രക്ഷിക്കും. തങ്ങൾ എപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണ്. ആളുകളെ കൊല്ലാൻ താൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ധാരാളം ആളുകൾ മരിക്കുന്നു. അത് ഞങ്ങൾക്ക് വേണ്ടെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. അതേസമയം പതിറ്റാണ്ടുകളായി ഇറാൻ സൃഷ്ടിച്ച പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കൻ സമ്മർദ്ദവും മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷാവസ്ഥയും കണക്കിലെടുത്ത് ഒമാൻ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ പുതിയ പ്രതികരണം. അതേസമയം പുതിയ സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അമേരിക്കൻ ആക്രമണം തടയാൻ തങ്ങൾ അമേരിക്കയോട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും ട്രംപിന്റെ ഇത്തരം അവകാശവാദങ്ങൾ തികച്ചും വ്യാജമാണെന്നും ഇറാൻ ശക്തമായി നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിനിടയിൽ വിപുലമായ ഒരു പ്രാദേശിക യുദ്ധം ഒഴിവാക്കുന്നതിൽ സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. മാസങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ശേഷം നിലവിലുള്ള ഈ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ വാക്പോരുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.